ഇന്നലകൾ ഓർമ്മകളായി. നാളെ എന്നത് പ്രതീക്ഷയാണ്. ജീവിതം എന്നത് ഇന്നാണ്. നമ്മൾ എന്നും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇന്നെന്താണോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുക. ഒരിക്കലും നമ്മൾ കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ഒന്നും ആലോചിക്കാതെ നമ്മൾ ഇന്നെന്താണോ, ഇന്ന് നമുക്ക് എന്തൊക്കെ സന്തോഷം കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആസ്വദിക്കുക. നമുക്ക് ഇന്ന് വരുന്ന ദുഃഖങ്ങൾ നാളെ പ്രതീക്ഷകളാക്കി വെക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നാളെയുണ്ട്. നമുക്കൊരു ദുഃഖം വന്നാൽ നാളെയുണ്ട്, അതിൽ നമ്മളെല്ലാം വിജയിക്കും, നമുക്ക് നല്ലതേ വരികയുള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. എന്നും പറയുന്നത് പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ പണികൾ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് നമ്മളുടെ കുക്കർ നമ്മൾ എന്നും രാവിലെ എടുക്കുന്ന ഒരു സംഭവമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വേവിക്കാൻ വെക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരെയും ഒരു മുട്ട പുഴുങ്ങണമെങ്കിൽ പോലും നമ്മളിപ്പോൾ കുക്കർ എടുക്കാണ്ട് ഒറ്റ വിസലിൽ നല്ല പോലെ പുഴുങ്ങി കിട്ടും കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ കുക്കർ എടുക്കുമ്പോൾ 4 ഭാഗത്തുനിന്നും എയർ പോകുകയും ഇതുപോലെ എന്താ പറയുക 4 ഭാഗത്തുനിന്ന് എയറും വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ വിസിൽ വരും. പക്ഷേ അത് കറക്റ്റായിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടണമെന്നില്ല, വേഗില്ല. പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ വേവിക്കേണ്ട വരും. നമ്മൾ എങ്ങനെയാണോ അടപ്പിൽ വേവിക്കുന്നത് അതുപോലെ നമുക്ക് വേവിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും, എയർ ചുറ്റിനും കൂടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കുക്കർ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ വിസിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ മൂടി എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുക്കറിൻ്റെ മൂടി കഴുകിയെടുക്കുക. എന്നിട്ട് ആ റബ്ബർ ആ വെള്ളത്തിലൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ലൂസായിട്ടുള്ളത് പോയിട്ട് ആ ചുറ്റിനും എയർ പോകുന്നതെല്ലാം മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കർ വരും കേട്ടോ. ഇല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം, വാഷർ ഇങ്ങനെയാണ് എന്ന് അറിയാമെങ്കിൽ നമ്മളൊന്ന് ഫ്രീസറിലൊന്ന് അതിൻ്റെ വാഷർ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ബ്രെഡ് മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുള്ള് നമ്മൾ എടുത്ത് ഉപയോഗിക്കാറില്ല. നമ്മൾ കുറച്ചൊക്കെ ബാക്കി വരാറുണ്ട്. അപ്പോൾ നമ്മൾ റബ്ബറൊക്കെ ഇട്ട് വെച്ചാലും അവർ തരുന്ന ആ ഒരു സാധനം വെച്ച് ചുറ്റി വെച്ചാലും ഒക്കെ തണുത്ത് പോകാനും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുവാനും ഉറുമ്പ് വരുവാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ മുറുക്കി ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി വന്നേക്കുന്ന കവറ് തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, തണുത്ത് പോകില്ല, ഉറുമ്പ് കയറില്ല, യാതൊരു ഇതുമില്ലാതെ നമുക്കിത് കിട്ടും. ഡേറ്റ് കഴിഞ്ഞാൽ ആരും ബ്രെഡ് ഉപയോഗിക്കരുത്. ഡേറ്റ് കഴിയുന്നത് എന്നാണോ അന്ന് തന്നെ ഇത് കളയുക. ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ബ്രെഡ് എപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ഉപയോഗിക്കരുത്. വളരെ കേടാണ് വയറിന്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിലും വളരെ എഫക്റ്റീവും ആയിട്ടുള്ള ടിപ്പാണെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ബൾക്കായിട്ട് മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ടെൻഷനായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഒരു ഫ്രഷ് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവും. എന്നാലും നമുക്ക് മുറിച്ച് കിട്ടി കുറച്ചധികം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മൾ അടുക്കളയിലെ പണികൾ പെട്ടെന്ന് കഴിയും. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ നിങ്ങൾ എത്ര ദിവസത്തേക്കാണോ ഒരു മീൻ വേണ്ടത് ആ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഒരു ദിവസത്തേക്കുള്ള മീൻ നിറക്കുക കേട്ടോ.
അല്ലാണ്ട് ഒരു വലിയ കണ്ടെയ്നർ എടുത്തിട്ട് എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഓരോ ദിവസം ഐസ് പോയിട്ട് അതിൽ നിന്ന് എടുക്കുക, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീനിൻ്റെ ടേസ്റ്റേ പോകും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെ ചെയ്യരുത്. ഒരു ദിവസത്തേക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത് എത്ര കണ്ടെയ്നറിലാണ്, ഇപ്പോൾ ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് നമ്മൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അത് എടുക്കുക, നമുക്ക് ഉപയോഗിക്കുക. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ കയറ്റേണ്ട ആവശ്യമില്ല. വെള്ളം അതിൻ്റെ മേലെ കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ വറ്റൻ എടുത്തേക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് മീനിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇരിക്കുമ്പം ഇതായിരിക്കുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പൊരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ, കൂടുതലൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ നമ്മളുടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മസാല തേച്ച മീനുകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസത്തേക്കാണോ നമുക്ക് വേണ്ടത് ആ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കുക. ഏത് മീനും, ചാളയാണെങ്കിലും അയിലയാണെങ്കിലും ഏതൊരു മീനും ചെമ്മീനാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യാം. വെള്ളത്തിലിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഇതുപോലെ മസാല തേച്ചും വയ്ക്കുക. ഈ ഒരു 2 രീതിയിൽ ഇറച്ചിയൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. 1 മാസത്തോളം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും നമ്മൾ മാർക്കറ്റിൽ പോയി മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെച്ച ഒരാഴ്ചത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതായേ ഉള്ളൂ. ഈ ഒരു വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നത് അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. കുറച്ച് ഉപ്പ് തൂകിയതിന് ശേഷം ഇരിക്കുമ്പോൾ അത് നല്ല പെട്ടെന്ന് നമുക്ക് ആ ഒരു വെള്ളം മെൽറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അഭിപ്രായം അറിയിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ കടലയാണെങ്കിലും മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നമുക്ക് ഇല്ലാതെ നമുക്ക് പറ്റില്ല. അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ചെറിയുള്ളിയും സവാളയൊക്കെ മാറ്റി എടുത്താലും നമ്മൾ വെളുത്തുള്ളി തന്നെ വേണം. വെളുത്തുള്ളി പൊടിയൊന്നും ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിക്ക് ഒരു റബ്ബർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഏതൊരു കോട്ടൺ തുണി, നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കോട്ടൺ തുണിയാണെങ്കിലും മതി, നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ഈ ഒരു എത്ര ക്വാണ്ടിറ്റിയാണ് വെളുത്തുള്ളി വേണ്ടത് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു കിഴി പോലെ കെട്ടിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു കിഴി ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് ഇത് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം, അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പം ആ ഒരു തൊലി ആ ഒരു വെളുത്തുള്ളിയിൽ നിന്നും നല്ല രീതിയിൽ വിട്ട് നിൽക്കും. നമ്മൾ ചൂടാക്കി എടുത്ത് നമ്മൾ ചെയ്താലും പെട്ടെന്ന് നമുക്ക് അടത്തി കിട്ടും കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റും പോകും. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓയിലിൽ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും, ഒരു ഫ്രഷ്നെസ്. പക്ഷേ ഇത് അതല്ല, സാധാ പോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇരിക്കും. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ കുത്തിയൊക്കെ കൊടുക്കുക. അപ്പം അത് നല്ലതുപോലെ ഇളകിയിരിക്കും. പിന്നെ നമുക്കിങ്ങനെ അടത്തി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇപ്പം നമുക്ക് കുട്ടികളോട് പറഞ്ഞാലും അവർക്കൊരു മടി ഉണ്ടാവില്ല. കത്തി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഉലിച്ചെടുക്കാൻ പറ്റും. ആദ്യം മേളത്തെ അവിടെ നിന്ന് ഇങ്ങനെ അടത്തിയെടുത്തതിന് ശേഷം താഴെ അടിഭാഗം ഒന്ന് ഒടിച്ചു കൊടുക്കുക. നല്ലപോലെ ഒടിഞ്ഞു വരും. ഒടിച്ചെടുക്കുമ്പോഴത്തേക്കും ആ തൊലി മൊത്തം അതിൽ നിന്നും വരും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് എത്ര വെളുത്തുള്ളി വേണമോ അത്രയും വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും
വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ സന്തോഷം, ഇപ്പം നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ നിന്ന് ജോലി എടുക്കാതെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് സമയം, സ്ത്രീകൾക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളെ സന്തോഷം എന്താണോ അതിൽ നമ്മൾ ഇൻവോൾവ് ആവുക കുറച്ച്. ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തോട് വളരെ മടുപ്പ് തോന്നും. അടുക്കളയിൽ നിന്നിങ്ങനെ ജോലി എടുക്കുക അതൊന്നും വേണ്ട. നമുക്കും നമ്മളെ സന്തോഷമില്ല. ഇപ്പം നിങ്ങൾക്കൊരു പൂവ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതുണ്ടാക്കുക. നിങ്ങൾ ഇതൊരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അടുക്കളയിൽ ഇതുപോലെ കുറച്ചധികം പണികൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ, ക്രാഫ്റ്റ് ആണോ, ഗാർഡനിങ് ആണോ, എന്താണ് ഇഷ്ടം അതിൽ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്തുക കേട്ടോ. സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിലാണ് പകുതി മുക്കാലും നമ്മൾ ജീവിതം പോകുന്നത്. കണ്ടില്ലേ, പെട്ടെന്ന് നമ്മളുടെ പണികളൊക്കെ ഒതുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ